കമേഴ്ഷ്യൽ സെക്സ് വർക്കേഴ്സ് ആയിട്ടൊക്കെ പോകുന്ന സ്ത്രീകളുടെ കൂടെയാണ് ഈ ക്ലാസ് എടുക്കാനായിട്ട് പോകുന്നത്. മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉള്ള സ്ത്രീകളാണല്ലോ. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു. അപ്പൊ ഇതൊക്കെ എടുക്കുന്നതൊക്കെ ഒരു മോശപ്പെട്ട കാര്യമാണെന്നൊക്കെ മറന്നുപോയി. ഉണ്ടോന്നോ അല്ലെ ഇത് പീനസിന്റെ മോഡൽ നമുക്കതൊരു സദാചാര വിഷയമുണ്ടെന്നൊക്കെ മറന്നുപോയി. നമ്മൾ ഈ സ്ത്രീകളിലൂടെ ആണല്ലോ യൂസ്ഡ് ആയി. ഓ എവളവിന്റെ വലിയ സാവിത്രിയല്ലേ ഇതൊക്കെ പറ്റി അടികൂടും. മാനമാവത് മൈരാജ് ഉള്ള ഈശ്വരടി ഉള്ള ഉസിരടി എന്ന് പറയുന്ന അതാണ് നമ്മളുടെ ഒരു ഇമോഷൻ. പോലീസ് സ്റ്റേഷനിൽ ഒറ്റ സീക്വൻസ് പോരെ മാസിന് മൊത്തവും കൂടെ. സത്യത്തിൽ ആ സ്ക്രിപ്റ്റിൽ ആദ്യം ഞാൻ അവനെ കൊല്ലുന്നൊക്കെ പറയുന്ന ഡയലോഗ് ഉണ്ടായിരുന്നു. കൊല്ലുന്ന സീക്വൻസ് എനിക്ക് പേടിയായിരുന്നു. തോക്കൊക്കെ എടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചൊരു ടെൻഷൻ്റെയും മറ്റത് എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു ആ സീൻ ചെയ്യാൻ. ഒന്നാമത് ഇവിടെ എല്ലാം ഗുണ്ടകളായിട്ട് വന്ന സ്ത്രീകളും ഏറെ പാരമ്പര്യമുള്ളുണ്ട്. റിഹേഴ്സൽ ടേക്കാക്കിയ സീനകത്ത് ഒറ്റ ടേക്ക് അവിടെ കഴിഞ്ഞപ്പോൾ മുസ്തഫ കൈയടിച്ചു. ടേക്ക് ഓക്കെ. വരലക്ഷ്മി ശരത് കുമാർ ഒഴിച്ചിട്ടൊരു കസാരമുണ്ട്. ആരെങ്കിലും ഒക്കെ ഒഴിച്ചിട്ടെ, ഞാനിരുന്നോളാം. ഇപ്പോൾ ആളുകൾ കുറേയധികം സംസാരിക്കുന്ന ഒരു വാക്കാണ് പാഷൻ. ഇപ്പോൾ നമുക്കറിയാം, ചേച്ചി വളരെ അവിചാരിതമായിട്ട് സിനിമയിലേക്ക് എത്തപ്പെട്ട ഒരാളാണ്. പിന്നെ അത് പാഷനായിട്ട് മാറി. പാഷൻ എങ്ങനെയാണ് ചേച്ചി ഡിഫൈൻ ചെയ്യുക? ക്ഷീണം തോന്നാതെ എത്ര ടയേർഡാകുമ്പോഴും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഒക്കെ നമ്മൾ എക്സോസ്റ്റഡ് ആകുമ്പോഴും ഉത്സാഹം തോന്നുന്ന ഒരവസ്ഥ, അതാണ് പാഷൻ എന്നെ സംബന്ധിച്ച്. ഇപ്പം എന്താ വെച്ചാൽ ഫിസിക്കലായിട്ട് ക്ഷീണം തോന്നാം, മനസ്സുകൊണ്ട് നമ്മൾ ടയേർഡാവാം, ചിലപ്പോൾ ഉറക്കമില്ലാത്തത് കൊണ്ടും ചിലപ്പോൾ നമ്മൾ ബ്രെയിൻ വരെ ഉറങ്ങിപ്പോകുന്ന അവസ്ഥ വരും. കാരണം കണ്ടിന്യൂസ് ആയിട്ട് 3-4 ദിവസമൊക്കെ വർക്ക് ചെയ്യും. പക്ഷെ ഉത്സാഹത്തിന് കുറവുണ്ടാവില്ല. ഓപ്പ് വന്നല്ലോ അങ്ങനെ ഒരു തോന്നലേ ഇല്ലാതെ നാളെ രാവിലെ എന്ന് പറയുന്ന ഒരു എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ഇല്ലേ, അതാണ് എന്നെ സംബന്ധിച്ച് പാഷൻ. ആളുകൾ പലപ്പോഴും ചുറ്റുമുള്ള ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്യും. നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഇപ്പം ഗിറ്റാർ പഠിക്കാൻ, മാർഷൽ ആർട്സ് പഠിക്കാൻ, അത് പാഷനാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് അണയും. അങ്ങനെ മിസ്ലീഡിങ് ആയിട്ടുള്ള പാഷനുകൾ ഉണ്ടായിട്ടുണ്ടോ? മിസ്ലീഡിങ് ആയിട്ടുള്ള പാഷൻ ഉണ്ടായിട്ടില്ല. 2 പാഷനാണ് എൻ്റെ ജീവിതത്തിൽ വന്നത്. അത് 2 ഇപ്പോഴും അല്ല 3 പാഷൻ വേണേൽ പറയാം. ഒരു പാഷൻ സൈക്കോളജി പഠിക്കാനുള്ള എൻ്റെ തീരുമാനമായിരുന്നു. കാരണം എന്നെ ആദ്യം കൊണ്ട് ചേർത്തത് പ്രീ ഡിഗ്രിക്കാണ്, അന്ന് ഈ +2 ഇല്ല. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഗ്രൂപ്പിലാണ് കൊണ്ട് ചേർത്തത്. അതായത് മെഡിസിനൊക്കെ പഠിക്കാം, വേണമെങ്കിൽ പഠിക്കാവുന്ന തരത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ പഠിക്കുന്ന തരത്തിലുള്ള അങ്ങനെ പഠിക്കുന്ന തരത്തിലുള്ള ഒരു ഗ്രൂപ്പിൽ കൊണ്ട് ചേർത്തിട്ട് ഒരാഴ്ച ഞാൻ ക്ലാസ്സിൽ പോയി. ട്യൂഷനൊക്കെ പോകുമായിരുന്നു രാവിലെ. അച്ഛൻ കൊണ്ട് വിടും. ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ അവിടെ ഫിസിക്സ് ട്യൂഷന് രാവിലെ പോവും. അച്ഛൻ വെളുപ്പകാലത്ത് അലാറമൊക്കെ വെച്ച് 4 മണിക്കൊക്കെ എഴുന്നേറ്റ് ട്യൂഷൻ ക്ലാസ്സിലൊക്കെ ചെന്നിട്ട് അകത്തോട്ട് കയറും. അപ്പോഴേ എനിക്കറിയാം പാഷനില്ല. അപ്പം അച്ഛനങ്ങോട്ട് പോകുമ്പോൾ പുറത്തിറങ്ങിയോണ്ട് ബൊഗൈൻവില്ല മരമുണ്ട്, അതിൻ്റെ മൂട്ടിയിരിക്കും. എന്നിട്ട് 6 മണിയാകുമ്പോൾ അടുത്ത ട്യൂഷൻ ക്ലാസ്സിൽ കൊണ്ടുവിടും, ചായയൊക്കെ വാങ്ങിച്ചത്. കെമിസ്ട്രി അവിടെയും പോവും. ക്ലാസ്സിൽ ചെന്നിരിക്കും. കുറച്ച് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിരിക്കും. കാരണം പരീക്ഷയും ക്വസ്റ്റ്യൻ ചോദിക്കും. ഒരു മണ്ണാങ്കട്ട എനിക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ തനിയെ തീരുമാനമെടുത്ത് ഇത് പരിപാടി നടക്കില്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ സ്പെഷ്യൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്, 5th ഗ്രൂപ്പ്. ഓക്കെ. അപ്പോൾ അതിലോട്ട് അങ്ങനെ 5ാമതൊരു ഗ്രൂപ്പ് ഉണ്ട്. 5ാമതൊരു ഗ്രൂപ്പുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നു. അതായത് 4th ഗ്രൂപ്പ് കോമേഴ്സ്, 3rd ഗ്രൂപ്പ് ഹിസ്റ്ററി, 5th ഗ്രൂപ്പ് സ്പെഷ്യൽ ഇംഗ്ലീഷ്, അങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട് സയൻസിൽ. അപ്പോൾ ആ ഗ്രൂപ്പിലോട്ട് അപ്പോൾ എൻ്റെ ചേച്ചിയുണ്ട്, എൻ്റെ അതായത് അമ്മയുടെ ബ്രദറിൻ്റെ മകൻ കല്യാണം കഴിച്ചിരിക്കുന്നത്, ഹൈറുനിസ എന്ന് പറഞ്ഞു, എഴുത്തുകാരിയൊക്കെ, പെൻഗ്വിൻ ബുക്സ് ഒക്കെ എഴുതിയിട്ടുള്ള ഭയങ്കര അറിയാവുന്നവർക്കറിയാം. അപ്പം ചേച്ചി അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചിയുടെ ക്ലാസ്സും കൂടിയാണ്. അപ്പോൾ അവിടോട്ട് ഞാൻ തനിയെ ആരുടെയും ഇതില്ലാതെ ഞാൻ ചെന്ന് സിസ്റ്റർ വീരയെ കണ്ടിട്ട് സിസ്റ്റർ വീര അടുത്ത് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഗ്രൂപ്പ് മാറണം. അപ്പം നോ ദർ ഇസ് നോ സീറ്റ്സ് അവൈലബിൾ, യു ഗോ. അപ്പം ഞാൻ സെക്കൻഡ് ഗ്രൂപ്പിൽ നിന്ന് 5th ഗ്രൂപ്പിലോട്ടാണ് മാറേണ്ടത്. ഓ മൈ ഡിയർ കം ഹിയർ സിറ്റ്, അവർക്കൊരു സീറ്റ് കിട്ടുമല്ലേ. അങ്ങനെ ഞാൻ തനിയെ 5th ഗ്രൂപ്പിലോട്ട് മാറി. അതിനുശേഷം എൻ്റെ ഡിസിഷൻ സൈക്കോളജി പഠിക്കണം എന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ തനിയെ സൈക്കോളജി പഠിക്കാനായിട്ട്, വീട്ടിലറിഞ്ഞ വിപ്ലവങ്ങളൊക്കെ വേറെ ഉണ്ടായിരുന്നു. പാവ അച്ഛൻ പറഞ്ഞു, നിനക്ക് വല്ല കാര്യമുണ്ട് നേരത്തെ പറഞ്ഞിട്ടായിരുന്നു, ഞാൻ ഈ രാവിലെ എഴുന്നേറ്റ് നിന്നെ എന്തിനാ ട്യൂഷൻ കൊണ്ടിട്ടോട്ടത്. അപ്പം അങ്ങനെ തനിയെ മാറി. അത് എൻ്റെ ഒരു എനിക്കിതാണ് പഠിക്കേണ്ടത്, അങ്ങനെ ഒരു ക്ലാരിറ്റി വന്നു. അപ്പോൾ അങ്ങനെ സൈക്കോളജി പഠിക്കാനും എൻ്റെ തന്നെ ഡിസിഷനായിരുന്നു സൈക്കോളജി പഠിക്കാൻ പോയത്. അതും എനിക്ക് അന്നും പാഷനാണ്, ഇന്നും പാഷനാണ്. പിന്നീട് ഒരു പാഷൻ ഉണ്ടായത് അഭിനയമാണ്. അഭിനയിക്കാനായിരുന്നു. എന്നുവെച്ചാൽ നാടക സംഘത്തിൽ എത്തിപ്പെട്ടു. ആദ്യം ടൈം ഞാൻ പറഞ്ഞില്ലേ, ടൈം അഭിനയിച്ചപ്പോൾ എനിക്കതിൻ്റെ ഒരു പരിപാടി പിടികിട്ടില്ല. പിന്നെ നാടകം ചെയ്ത് തുടങ്ങി പതുക്കെ അതിനകത്തോട്ട് കയറി.
ഇപ്പം അതില്ലാതെ വയ്യ. 365 ദിവസവും ഏതെങ്കിലും സെറ്റിൽ പോയിരുന്നാലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തി. ഡോക്ടറുടെ മകൾ ഡോക്ടറാക്കാൻ ഒരു ശ്രമവും പ്രഷറും ഉണ്ടായിരുന്നോ? എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ ഒരു പ്രഷറും ഇല്ല. അമ്മ നാട്ടുകാരൊക്കെ ഒന്ന് പറയും പഠിക്കണ്ടേ, അമ്മയെ പോലെ ആവണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ അത് കഴിയുമ്പോൾ പക്ഷേ ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള ജോലിയാണ്, ഇതിനൊക്കെ ഭയങ്കര ഡെഡിക്കേഷൻ വേണം, നിങ്ങളെപ്പോലെ ഇങ്ങനെ രാവിലെ കിടന്ന് ഉറങ്ങുന്നവർക്കൊന്നും പറഞ്ഞിട്ടുള്ള പടിയല്ല, ഇതൊന്നും ചെയ്യരുത്, നിങ്ങളൊക്കെ ഭയങ്കര സുഖലോലിപന്മാരാണ്, നിങ്ങൾക്കൊന്നും പറഞ്ഞിട്ടുള്ള പണിയല്ല, ഇതൊക്കെ ജീവിതം കൊണ്ട് അർപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ഈ പണി ചെയ്യാവുള്ളൂ. അമ്മ അങ്ങനെയായിരുന്നു. അമ്മ 84 വയസ്സിൽ അമ്മയുടെ ലാസ്റ്റ് സർജറി ചെയ്ത്, ജൂലൈ 4 അമ്മ ഹോസ്പിറ്റലിൽ ലാസ്റ്റ് സർജറി ചെയ്യുന്നത്. ഓഗസ്റ്റ് 4 പോയി. അത് അപ്പോൾ അമ്മ വയ്യാതായി കിടക്കുമ്പോൾ അമ്മ പറഞ്ഞത്, ഞാൻ തിരിച്ച് ആരോഗ്യമായിട്ട് വരികയാണെങ്കിൽ എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റണം, അല്ലെങ്കിൽ എനിക്ക് വേണ്ട. 84 years, അതാണ് പാഷൻ. അമ്മ ആണ് ഏറ്റവും പ്രൊഫഷണലായിട്ട് ജോലിയെ സമീപിച്ചിട്ടുള്ള ഒരാൾ എന്ന് പുസ്തകത്തിൽ എഴുതിയത് വായിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അമ്മയിലെ പ്രൊഫഷണലിസത്തിൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു? പ്രൊഫഷണൽസിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അമ്മയുടെ പ്രയോറിറ്റി, ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പേഷ്യൻസാണ്. ഓ, അതിന് ഒരു സംശയവും ആർക്കും ഉണ്ടായിരുന്നില്ല, ഞങ്ങളുടെ വീട്ടിൽ പോലും ആർക്കും ഉണ്ടായിരുന്നില്ല. അമ്മയുടെ ജോലി, അമ്മയുടെ പേഷ്യൻസ്, അവരുടെ ആരോഗ്യം, അവരുടെ ഇത് കഴിഞ്ഞിട്ട് മാത്രമേ ബാക്കി എന്തും വരുള്ളൂ. അത് അമ്മ ജീവിച്ചിരുന്ന അമ്മ എനിക്കൊന്നൊരു 16 വയസ്സിലോ 17 വയസ്സിലോ മെഡിസിന് കിട്ടിയിട്ട് പിന്നെ അത്രയും കാലം പ്രീ ഡിഗ്രി കഴിഞ്ഞ് നേരെ മെഡിസിന് കയറുമായിരുന്നു. അപ്പോൾ അത്രയും വർഷത്തെ ഒരു മെഡിക്കൽ കോളേജിലെ 4th ബാച്ച് എന്തുവാണ്, മെഡിക്കൽ കോളേജിലെ 4th ബാച്ച്. അപ്പോൾ അത്രയും വർഷവും അമ്മയുടെ പ്രയോറിറ്റി ലൈഫും അത് തന്നെയായിരുന്നു. ചിലപ്പോൾ കുട്ടികൾക്ക് അസുഖം വരാം, അല്ലെങ്കിൽ മക്കൾക്ക് വയ്യാതാവാം, മക്കൾക്ക് പരീക്ഷ, അപ്പോൾ അതിനൊക്കെ ലീവ് എടുത്തിരുന്ന് പഠിപ്പിച്ചിട്ട് സ്കൂൾ. എൻ്റെ അമ്മ എനിക്ക് അങ്ങനെ ഒരു ഓർമ്മ പോലും ഞങ്ങൾക്ക് ആർക്കില്ല, അങ്ങനെ അമ്മ ചെയ്ത ഒരു ഓർമ്മ പോലും ഞങ്ങൾക്ക് ആർക്കില്ല. അമ്മയുടെ പേഷ്യൻസ്, അമ്മയുടെ ജോലി എന്ന് പറയുന്നത് അത് അച്ഛനും ഭയങ്കര നിർബന്ധമായിരുന്നു. എന്ന് വെച്ചാൽ അമ്മയുടെ അത് അമ്മയുടെ ഒരു മൈൻഡ് സെറ്റാണ്. നമുക്കൊക്കെ ഭയങ്കര ബഹുമാനമാണ് അതിൻ്റെ പേരിൽ അമ്മയോട്. ഞങ്ങൾ മിസ് ചെയ്തു എന്നല്ല ആലോചിക്കുന്നത്, അങ്ങനെയല്ല വീട്ടിൽ ഞങ്ങളെ പറഞ്ഞു തന്നിട്ടുള്ളത്. അമ്മ ചെയ്യുന്ന വലിയൊരു കാര്യമാണ്. ഒരുപാട് പേരുടെ ആരോഗ്യവും മറ്റു കാര്യവും. രാത്രി 2 മണിക്ക് അമ്മ കോൾ വന്നാൽ ഫസ്റ്റ് കോളിൽ അമ്മ ഫോൺ എടുക്കും. 10 മിനിറ്റിൽ അമ്മ ഹോസ്പിറ്റലിൽ എത്തണമെങ്കിൽ അമ്മ എത്തും. അത് അമ്മ മരിക്കുന്നതിൻ്റെ ഒരു മാസം മുമ്പ് ഒരു ഹോസ്പിറ്റലിൽ പോയതിൻ്റെ ഒരാഴ്ച, അതായത് ജൂലൈ 4 അമ്മ ഹോസ്പിറ്റലിൽ ലാസ്റ്റ് സർജറി ചെയ്യുന്ന ദിവസം. ജൂലൈ 1 അമ്മ രാത്രി ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടാവും. അപ്പോൾ നൈറ്റ് കോളൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, സീനിയർ ഡോക്ടർ. അമ്മ അങ്ങനെ ആയിരുന്നില്ല. ഒരാൾക്കൊരു കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അമ്മ അവിടെ എത്തിയിരിക്കും. 3 വട്ടം ക്യാൻസർ സർവൈവ് ചെയ്തു. 2 തവണ ക്യാൻസർ സർവൈവ് ചെയ്തു. 3ാമത്തെ വട്ടം പോയി. ആദ്യത്തെ പ്രാവശ്യം ഒരു അനന്തൂര് 1.5 വയസ്സ്, അപ്പോൾ 94-95 അത് സർജറി ചെയ്തു. ബ്രസ്റ്റ് 2 റിമൂവ് ചെയ്തു. പിന്നെ അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് വരുന്നത്. അപ്പോഴും ഒരു ചെറിയ നോഡ്യൂൾ പോലെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഒന്നുമില്ല, ഒരു ടാബ്ലറ്റൊക്കെ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. പെറ്റ് സ്കാനൊക്കെ ചെയ്തു മാർച്ചിൽ, അപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ ഭയങ്കര അഗ്രസീവായിട്ട് വന്നു. ജൂലൈ 4 അമ്മയ്ക്ക് വയ്യാതായി ഹോസ്പിറ്റലിൽ പോയി. 12 സ്കാനൊക്കെ ചെയ്യുന്നത്. 4th ആയപ്പോൾ ഞങ്ങൾ വിട്ടുപോയി. ഒരു പടത്തിന് അഭിനയിക്ക് അമ്മയുടെ കാല് തൊട്ട് വന്ദിച്ചിട്ട് പോയ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അത് അക്ഷിതയാണ്. ഓ, അക്ഷിതയാണല്ലേ? അവരെ അമ്മ എന്നല്ലേ വിളിച്ചിരുന്നത്? അമ്മ എന്നാണ് വിളിക്കുന്നത്. അത് അക്ഷിതയാണ്. അത് അങ്ങനെയല്ല, അമ്മയെന്ന് തന്നെയാണ് ഞാൻ വിളിക്കുന്നത്. അക്ഷിതയും ഞാൻ തമ്മിലൊരു പ്രത്യേകതരം മാനസികമായ ഒരു ബന്ധം ഉണ്ടായിരുന്നു. ഇന്റർവ്യൂ എടുത്തു തുടങ്ങിയ ബന്ധം? ഇന്റർവ്യൂ എടുത്തത് ഓൾ സയൻസ് കോളേജ്, പിന്നെ ഏഷ്യാനെറ്റിലാണ് ഞാൻ ഇന്റർവ്യൂ എടുക്കുന്നത്. അതിനു മുമ്പ് 99 ഞാൻ ഇന്റർവ്യൂ എടുക്കുന്നത് ഫസ്റ്റ്. ഓക്കെ. അതിനുശേഷം അമ്മ ഞാൻ അങ്ങോട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. ഞാൻ അവരുടെ പുസ്തകങ്ങൾ വായിക്കും. അവരെഴുതുന്ന വഴി കൂടെ ഞാൻ എൻ്റെ വായന മാറിപ്പോയി. അവർ കുറച്ച് സ്പിരിച്വലായിട്ട് എഴുതി തുടങ്ങിയപ്പോൾ ഞാനും സ്പിരിച്വൽ ബുക്സ് വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഇവർ എഴുതുന്ന വഴികൾ, ഇവർ സെൻ കഥയെക്കുറിച്ച് എഴുതിയപ്പോൾ ഞാനും ആ വഴികളിലൊക്കെ പോയി പുസ്തകം വായിച്ചു. അങ്ങനെ ഒരു സ്വാധീനം ഭയങ്കരമായിട്ട് എനിക്ക് ഉണ്ട്. അവരുടെ എല്ലാ കഥകളും കാണാതെ അറിയാവുന്ന തരത്തിലുള്ള ഒരു സ്വാധീനം അവരുടെ പുറത്ത്. അങ്ങനെ പല എഴുത്തുകാർക്കും ഉണ്ട്, പക്ഷേ അക്ഷിതയ്ക്ക് വലിയ സ്വാധീനം എൻ്റെ പുറത്തുണ്ടായിരുന്നു. അമ്മ പറയുന്ന, അമ്മ എഴുതാൻ തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ ഞാനും വായിക്കും. അങ്ങനെ അപ്പോൾ അതെല്ലാം വായിച്ചിട്ട് അതിൻ്റെ കൂടിയ പുസ്തകങ്ങൾ, താവു, അതൊക്കെ എന്താണെന്നൊക്കെ അന്വേഷിച്ചിട്ട് പോയി വായിക്കുക, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഉമ്മയുടെ കല്യാണത്തിന്, അമ്മയുടെ മകളുടെ കല്യാണത്തിന് എന്നെ കല്യാണത്തിന് വിളിച്ചു. വിജയകുമാർ സാർ വഴിയാണ് വിളിച്ചത്. വിജയകുമാർ സാർ എന്ന് പറഞ്ഞാൽ കാര്യവട്ടത്ത് അധ്യാപകനായിരുന്നു. അമ്മയുടെ ഹസ്ബൻഡ് രാമൻകുട്ടി സാറും കാര്യവട്ടത്തായിരുന്നു. അപ്പോൾ അങ്ങനെ വിജയകുമാർ സാർ വഴി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അക്ഷിത അന്വേഷിക്കുന്നു എന്ന്.
നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചു പറഞ്ഞു നീ കല്യാണത്തിന് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തൃശ്ശൂർ കല്യാണത്തിന് പോയി. കല്യാണത്തിന് പോയിട്ട് ഞാനിങ്ങനെ പോകാൻ നേരത്ത് അമ്മയും വന്നിരുന്നു. അമ്മയൊന്നും വിളിക്കുന്നില്ല. ഞാൻ വന്നു, ഞാൻ അറിഞ്ഞാണ്. നീ നമ്പർ താന്ന് പറഞ്ഞു. ഞാൻ ഫോൺ നമ്പർ കൊടുത്തു. അപ്പോൾ ഈ ഫോൺ കൈ വയ്ക്കുന്ന ഒരു ശീലമില്ല എനിക്ക്. ഞാൻ ഫോണ് സൂക്ഷിക്കില്ല. അപ്പോൾ അന്നൊരു 10 മിസ് കോൾ എടുത്ത് കിടക്കുന്നു. അത് ഞാൻ തിരിച്ച് വിളിച്ചപ്പോഴത്തേക്ക് അക്ഷിതയാണ്. നീ ഫോൺ എന്തിനാണ് കൈ കൊണ്ട് നടക്കുന്നത്? ഞാൻ പറഞ്ഞു ഫോൺ എവിടെയോ വെച്ചിട്ട് ഞാൻ എവിടെ പോയി. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു അമ്മയ്ക്ക് ക്യാൻസറാണ്, നീ എന്നെ ഒന്ന് കൗൺസിൽ ചെയ്യണം. ഞാൻ കൗൺസിൽ ചെയ്യാനമ്മ നമുക്ക് സംസാരിക്കാം. അമ്മയൊന്നും വിളിക്കുന്നില്ല. അപ്പം ഞാൻ അക്ഷിതാമ്മ എന്നാണ് വിളിക്കുന്ന ആ സമയം. അല്ല അക്ഷിതൊന്നും അല്ല, ഞാനന്ന് എന്താ വിളിച്ചോട്ടത്, മാഡം എന്തോണ്ട് വിളിച്ചോട്ടത്. അത് കഴിഞ്ഞാൽ അപ്പം നീ മാഡം വിളി ഭയങ്കര വൃത്തിയിലാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അക്ഷിതാമ്മ എന്ന് വിളിച്ചപ്പോഴത്തേക്ക് എന്തോന്ന് അക്ഷിതാമ്മ എഴുതാമ്മ എന്നൊക്കെ കുറേ ഇങ്ങനെ പറഞ്ഞു. നീ എന്നെ അമ്മ എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ശരി. അന്ന് മുതൽ രാത്രി 9 മണിയാകുമ്പോൾ അമ്മയുടെ കോൾ വരും. ഞങ്ങൾ ഒരു മണിക്കൂർ സംസാരിക്കും എല്ലാ ദിവസവും. അപ്പം അന്ന് എഴുത്തൊക്കെ നിർത്തി വെച്ചേക്കുക. എഴുതുന്നില്ല, എഴുത്ത് നിർത്തി. പിന്നെ ഒരു ദിവസം എനിക്ക് കത്തയച്ചു. എനിക്ക് കത്തയക്കാൻ തുടങ്ങി. ഈ കാലഘട്ടം എപ്പോഴാണ്? 2012-13 ഒക്കെ ആയിരുന്നു. കാരണം ഞങ്ങളുടെ സമ്മർ ഫെസ്റ്റിവൽ നടക്കുമ്പോൾ അമ്മ വന്നിരുന്നു കാണാനായിട്ട്. തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ സക്കാറാമേൻഡർ കണ്ടപ്പോൾ അമ്മ കാണാൻ വേണ്ടി വന്നിരുന്നു. അത് കഴിഞ്ഞ് ഇരകളോട് മാത്രമല്ല കളിക്കുമ്പോഴും അമ്മ തൃശ്ശൂർ കാണാൻ വന്നിരുന്നു, നാടകം കാണാൻ വന്നിരുന്നു. അപ്പോൾ അതിനുശേഷം മാധ്യമത്തിലെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെ ഞാൻ പോയി ഇൻ്റർവ്യൂ ചെയ്തു. നല്ല ഇൻ്റർവ്യൂ ആയിരുന്നു. അത് മാതൃഭൂമിയിൽ അമ്മയുടെ ഫുൾ പുസ്തകത്തിനോടൊപ്പം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ വലിയ ഇൻ്റർവ്യൂ. അത് കഴിഞ്ഞ് അമ്മ വീണ്ടും എഴുതാൻ തുടങ്ങി. അങ്ങനെ എഴുതാൻ തുടങ്ങി. അപ്പം അത് അപ്പം അമ്മ പറഞ്ഞിട്ടുണ്ട് ഇവൾക്കാണ് ഞാൻ ആദ്യം കത്തെഴുതിയെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നീട് വീണ്ടും എഴുതാൻ തുടങ്ങി. അമ്മ അതിനുശേഷം 3 തവണ അമ്മ ക്യാൻസർ വന്നു. 3 തവണ സർവൈവ് ചെയ്തു. അത് വയറിൽ തന്നെയായിരുന്നു. അമ്മയ്ക്കും ക്യാൻസർ, എൻ്റെ അമ്മയ്ക്കും ആയിരുന്നു. അപ്പം അങ്ങനെ അമ്മ പക്ഷെ ഭയങ്കര അത് ഒരു വർഷം പോയി, അമൃതയിൽ പോയി, ക്യാൻസർ എല്ലാ കീമോ കഴിഞ്ഞ് പരിശോധനയുടെ അന്ന് പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ വീണ്ടും വന്നു. പിന്നെ വീണ്ടും വന്നു. അതങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വന്നു അവർക്ക്. എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ ആയിരുന്നില്ല. അമ്മയ്ക്ക് 26 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെയും ആ അതിഥി വീണ്ടും വന്നിട്ടുണ്ടെന്നാണ് അമ്മ ഞങ്ങളോട് പറഞ്ഞത്. പക്ഷെ അമ്മ ഒരു മുടി പോലും പൊഴിയോ ഒന്നും ചെയ്യത്തില്ല. വേറൊരാളായിരുന്നു. ഭയങ്കര എനർജിയുള്ള. ഇപ്പം അമ്മ ഈ മുറി ഇരിക്കുവാണെങ്കിൽ നമുക്ക് ഈ മുറി ചൂടായിരിക്കും. അങ്ങനെ ഹീറ്റ് വരും നമുക്ക്. ഭയങ്കര ഡിവൈൻ. ചാടി നിൽക്കുക പറയുന്ന പോലെ. അങ്ങനെയല്ല, സൈലൻ്റ് അല്ലേ, സംസാരിക്കില്ലല്ലോ. ഒരു ഇങ്ങനത്തെ പ്രസൻസ് അല്ലേ, ഇങ്ങനെ മിണ്ടാതിരുന്ന് ഇങ്ങനെ നോക്കുകയുള്ളൂ. ഇവിടെ മുഴുവൻ നമുക്ക് ഭയങ്കര ചൂട് ഫീൽ ചെയ്യും മുറിക്കകത്ത്. ഈ ചില സിസ്റ്റർമാർ മാത്രം ഇൻവിജിലേറ്റർ ആയിട്ട് വരുമ്പോൾ നമുക്കൊരു പേടി വരില്ലേ എക്സാം ഹാളിൽ, അതുപോലെ. അങ്ങനെയല്ല, എനിക്ക് അറിഞ്ഞൂടാ. വിഷ്ണു അത് അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് വിഷ്ണു എന്തെങ്കിലും ഒരിക്കൽ അനുഭവിക്കുമ്പോൾ ഞാൻ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാവും. അതൊരു ഓറയുടെ ഒരു ഹീറ്റാണ്. അവർ വന്നിരിക്കുമ്പോൾ അതിന് മുറിക്ക് വേറൊരു പ്രസൻസ് വരും. യതിയുടെ ശിഷ്യയൊക്കെ ആയിരുന്നില്ലേ, ഭയങ്കര സ്വന്തമായിട്ട് സാധനയൊക്കെ ഉണ്ടായിരുന്ന സ്ത്രീ. അത് അനുഭവിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് ഇത് എന്താണ് സംശയം എന്ന് വിഷ്ണു ചോദിക്കുന്നത്. അത് അനുഭവിച്ചാൽ തന്നെ മനസ്സിലാവുള്ളൂ. അത് വേറെ ഒരു സ്പിരിച്വൽ എനർജിയുടെ ഒരു സംഭവമാണ്. ഈ പ്രഭാവലയം എന്നൊക്കെ പറയുന്ന പോലെ ഓൾമോസ്റ്റ് അങ്ങനെയും പറയാം. പക്ഷെ അമ്മ അങ്ങനെ പ്രഭാവലയം ഉള്ളപ്പോൾ തന്നെ അമ്മ ഇപ്പുറത്തൊരു കൊച്ചുകുട്ടിയും കൂടെയാണ്. ഭയങ്കര നമ്മളെ പെടുത്തിക്കളയും. ഫോണ് വിളിച്ചിട്ട് എടുത്തില്ലെങ്കിലൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ ടെൻഷൻ അടുപ്പിച്ച് ഇല്ലാതാക്കി കളയും. അമ്മ പിണങ്ങും, വഴക്കിടും. നിനക്ക് എന്താ ഫോൺ എടുത്താലും നിനക്ക് ഫോൺ എടുക്കാൻ പറഞ്ഞാൽ. അതുപോലെ നമ്മൾ എവിടെയെങ്കിലും എത്തി, നമ്മൾ 2 മണിക്ക് എത്തും എന്ന് പറഞ്ഞാൽ 2 മണിക്ക് അവിടെ എത്തിയിട്ട് ഫോൺ വരണം. അല്ലാതെ നമ്മൾ 4 മണിക്ക് വിളിച്ചു കഴിഞ്ഞാൽ തീർന്നു നമ്മുടെ കാര്യം. അമ്മ ഒരു ബഷീർ ഗഡെടുത്ത് ജിഗ് 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 എന്ന് പറഞ്ഞ് വെടിവെക്കും. അത് അങ്ങനെ ഒരു കൊച്ചു കുട്ടികളുടെ വാശി പിടുത്തങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ അമ്മ അവസാനം ഇങ്ങനെ പറഞ്ഞു എൻ്റെ അടുത്ത്, ഇനി ഞാൻ പോവാണ്, ഇനി എനിക്ക് നിൽക്കണ്ട, ഞാൻ പോവാണ്. എന്നിട്ട് മരിക്കാൻ നേരത്തെ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയി. ഞാൻ ഹോസ്പിറ്റലിൽ പോവാണ്, 2 ദിവസത്തിന് എനിക്ക് ഓർമ്മ പോവും. നീ വന്ന് വിഷ്ണു സഹസ്രനാമമോ ലളിതാ സഹസ്രനാമമോ എനിക്ക് വായിച്ചു തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പുറിഞ്ചു പറയത്തിൻ്റെ ഷൂട്ട് നടക്കുമ്പോൾ അന്ന് അവിടുത്തെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് മരിച്ചുപോയി. അതുകൊണ്ട് ഷൂട്ടില്ലാത്തപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഇങ്ങനെ റൂമിൽ വന്നപ്പോഴത്തേക്കും ഉമ്മ വിളിച്ച് പറഞ്ഞു, അമ്മയ്ക്ക് വയ്യ, ചേച്ചി കാണണമെന്നുണ്ടായിരുന്നല്ലോ, തീരെ വയ്യ, ചേച്ചി വരികയാണെങ്കിൽ വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ കൊടുങ്ങല്ലൂരാണ് ഷൂട്ട്. അവിടെ നിന്ന് ഒരു ബസ്സിൽ കയറി തൃശ്ശൂർ ഇറങ്ങി അമ്മയുടെ അടുത്ത് പോയി ഹോസ്പിറ്റലിൽ പോയിരുന്നു. 2 വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും അമ്മയുടെ അടുത്തിരുന്ന് വായിച്ച് അമ്മയുടെ കാലിൽ തൊഴുത്
ശരിക്കും അമ്മയുടെ കാലെടുത്ത് എൻ്റെ തലയിൽ തിറക്കിൽ വെച്ച ഓർമ്മയില്ലാതെ കിടക്കുക. തിരിച്ച് ഞാൻ 8:30 ആയപ്പോൾ റൂമിലെത്തി. 2 മണിയായപ്പോൾ ഉമ്മയുടെ മെസ്സേജ് വരുന്നത് അമ്മ പോയി. അപ്പോൾ ശ്രീവിഷ്ണു എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു മോൻ, ചിന്നൻ അമ്മ ചില പുസ്തകങ്ങളിലൊക്കെ ചിന്നൻ എന്ന് പറഞ്ഞ് അമ്മ എഴുതിയിട്ടുണ്ട്, ഡെഡിക്കേറ്റ് ചെയ്തത് ചിന്നൻ എന്ന് പറഞ്ഞിട്ട്. ശ്രീവിഷ്ണു എന്നാണ് അവൻ്റെ ശരിക്കുള്ള പേര്. മറ്റേ അമ്മയുടെ ഒരു വളരെ പ്രിയപ്പെട്ട ഒരു ശിഷ്യ, പിന്നെ പുസ്തകം വായിക്കുകയൊക്കെ ചെയ്ത ടീച്ചറുണ്ട്, അവരുടെ മകനാണ്. എനിക്ക് വളരെ അടുപ്പമുള്ള ഫാമിലിയാണ്. അപ്പോൾ ശ്രീവിഷ്ണു എറണാകുളത്തുണ്ടായിരുന്നു. ശ്രീവിഷ്ണു നേരെ കൊടുങ്ങല്ലൂർ വന്നു ബൈക്കിൽ. എന്നിട്ട് ഞങ്ങൾ രണ്ടും കൂടെ കാർ ഓടിച്ച് തൃശ്ശൂർ പോയി. വടക്കേക്കോട്ടയാണ് വീട്. ചെന്നപ്പോൾ അമ്മയോട് ഉണ്ട്. അപ്പോൾ ഉമ്മ എന്നോട് പറയുക, ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു എന്തൊക്കെ ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു മോള് തലമാരിയിൽ മഞ്ഞയും ചുമപ്പും സാരി ഇരിപ്പുണ്ട്, അതെടുത്തുകൊണ്ട് പോവാ. അങ്ങനെ അത് ഉടുപ്പിച്ച് അമ്മയ്ക്ക് പൊട്ടൊക്കെ വെച്ച് കൊടുത്ത് ഭസ്മൊക്കെ ഇട്ട് എല്ലാം ചെയ്തു. പക്ഷേ മോളുണ്ട്, ഉമ്മയുടെ മോള് ചിന്മയി, അവൾ എന്നെ നോക്കി. അപ്പോൾ അതെടുത്ത് 6:30 ആയപ്പോഴത്തേക്ക് നമ്മളെടുത്ത് ആ കൂട്ടിനകത്ത് വെച്ചു, എന്താ പറയാൻ, ഫ്രീസറിനകത്ത് വെച്ചു. ഇത് അടച്ചപ്പോൾ തൊട്ട് ഈ കൊച്ചെന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ എന്തോ ചെയ്ത പോലെ അങ്ങ് ചിന്നുവിനങ്ങ് ദേഷ്യം വന്ന് ചിന്നു കരയാൻ തുടങ്ങിയ മുഖത്ത്. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കത് ഇങ്ങോട്ട് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ 10 മണിയായപ്പോൾ ഞാൻ ശ്രീവിഷ്ണു നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ബോഡി എടുക്കുന്നതിന് മുമ്പേ ഞാൻ അവിടെ നിന്ന് പോയി. അമ്മ പോയി. പിന്നെ എനിക്ക് കോണ്ടാക്റ്റും ഇല്ല. ലൈഫിലെ ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മൾ മെൻ്ററാണെന്ന് വിചാരിച്ച ആളുകൾക്കൊക്കെ വയസ്സാവുക, അവർ കാണാൻ പറ്റാത്തൊരു സ്ഥലത്തേക്ക് പോവുക, അത് ഓവർകം ചെയ്യൽ ഭയങ്കര പണിയല്ലേ? എൻ്റെ അച്ഛനും അമ്മയും അശ്വതയൊക്കെയാണ് അങ്ങനെ ജീവിതത്തിലുള്ളത്. അച്ഛൻ്റെ ഒരു ഇളയ സിസ്റ്ററുണ്ട്, ഉഷ എന്ന് പറഞ്ഞു. കുറച്ച് ആൾക്കാരുണ്ട് അങ്ങനെ ലൈഫിൽ. പക്ഷേ ഇവരൊക്കെ തന്നെ നമ്മളെ എങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടാണ് പോയത്. ഞാനിങ്ങനെ അച്ഛനൊക്കെ ഞാൻ ചോദിക്കുമായിരുന്നു, അച്ഛനില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും. പക്ഷെ അവരുടെയൊക്കെ എന്തൊക്കെയോ ഉത്തരങ്ങളും അവർ പറയുന്ന രീതികളും ഒക്കെ കൊണ്ട് നമ്മളത് ഓവർകം ചെയ്യാൻ എനിക്ക് പ്രയാസമായിരുന്നു കേട്ടോ. അതൊരു എന്തെങ്കിലും ഒരു കാര്യം അവരിൽ നിന്ന് ഉപദേശം ചോദിക്കാൻ വേണ്ടിയോ ഒന്നുമല്ല. പക്ഷെ അവരുടെ പ്രസൻസ് ഇല്ലാതെ വലിയ പ്രശ്നമായിരുന്നു. എനിക്ക് ഇപ്പോഴും ആണ്. അങ്ങനെ ഓവർകം ചെയ്യില്ല നമ്മളത് വെച്ചിട്ട് അങ്ങ് മുന്നോട്ട് പോവുള്ളൂ. അത് അവരുടെ അടുത്ത് പോയി എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ അവരോട് എന്താണ് സംഭവം, അവരുടെ കൊണ്ട് ഒരു ഉപദേശം ചോദിക്കുക, അങ്ങനെ ഒരു മെറ്റീരിയൽ വാണ്ട്സ് ഒന്നുമില്ല, അതിനകത്തൊരു ആവശ്യമില്ല. നമ്മളതൊക്കെ പഠിക്കും. പക്ഷേ നമ്മളൊരു സ്കൂളിൽ, നമ്മളൊരു കോളേജിൽ നമ്മൾ കയറിയപ്പോൾ തൊട്ട് കാണുന്ന ഒരു വലിയ ആൽമരം, നമ്മളവിടെ ഇങ്ങനെ സമാധാനം ഇട്ടിരുന്നുണ്ട്. ആൽമരം ഇല്ലെങ്കിൽ അത് നമുക്ക് അങ്ങോട്ട് നോക്കാൻ പറ്റാത്തൊരു സ്ഥലം വരുമല്ലോ. അത് ജീവിതത്തിലെ ആൽമരമായി മാറുമ്പോഴോ അല്ലേ, നമുക്ക് അത് അത്രയും ബ്യൂട്ടിഫുൾ ഹ്യൂമൻ ബീയിങ്സ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകുമ്പോൾ വലിയ ശൂന്യതയാണ്. അതൊന്നും മാറാനൊന്നും പോകുന്നില്ല, നമ്മളങ്ങനെ ജീവിക്കുക എന്നുള്ളത്. പിന്നെ അവർ പകർന്നു തന്നിട്ടുള്ള ഒരുപാട് പാഠങ്ങളുണ്ട്. സ്നേഹിക്കാനുള്ള പാഠങ്ങൾ, ആഹാരം കൊടുക്കാനുള്ള പാഠങ്ങൾ, മറ്റുള്ളവരെ കരുതാനുള്ള പാഠങ്ങൾ, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സ്വാംശീകരിച്ച് അവരെ നമ്മൾ നമ്മുടെ ഉള്ളിലാക്കും വേറെ ഫോമിൽ. പടത്തെ പറ്റി സംസാരിക്കാൻ ചേച്ചി, 2 പടം, മുറയും വീരദേശവും, അത് ഞാൻ ഇന്നലെ ഇതിന് വേണ്ടിയിട്ട് ഒന്നുകൂടി കണ്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര സില്ലിയായിട്ടൊരു ഡീറ്റെയിൽ ആയിട്ടാണ് തോന്നിയെങ്കിൽ പോലും അത് ചോദിക്കണം തോന്നി. 2ലും ചേച്ചിയുടെ വായു ഉപയോഗിച്ചൊരു പ്രത്യേക പരിപാടി ചെയ്തിട്ടുണ്ട്. മുറയിൽ കുറച്ച് ഫിൽഡാണ്, ഇങ്ങനെ കുറച്ചുള്ളിലേക്ക് കയറിയിട്ട് എന്തോ ഉള്ളിലുള്ള വെച്ചിട്ടാണ്, അങ്ങനെയാണ് വായിരിക്കുന്നത്. വീരധീരസൂര്യയിൽ എന്താ വെച്ചാൽ ചേച്ചിയുടെ കുറേ സമയം ചേച്ചി അറിഞ്ഞുകൊണ്ട് ചെയ്താണെന്നറിയില്ല, തമിഴ് സ്ത്രീകൾക്ക് എപ്പോഴും ആശ്ചര്യവും പേടിയൊക്കെ ഉണ്ടാകുമ്പോൾ അവരെപ്പോഴും ഇങ്ങനെ വാ പൊളിക്കും, അങ്ങനെ ആക്കിയിട്ട് അങ്ങനെ കുറേ സീക്വൻസ് ഉണ്ട് അതിനകത്ത്. അത് ബോധപൂർവം ചെയ്താണോന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഊണുമേശയിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ 2 പേരാണല്ലോ, അതായത് പെരിയവരുടെ അമ്മയ്ക്കാണല്ലോ ഊണുമേശയിൽ നിന്ന് കഴിക്കാൻ പറ്റുന്നത്, ബാക്കി എല്ലാവരും നേരത്താണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊന്ന് ഫുള്ള് ചേച്ചിയുടെ മുഖത്താണല്ലോ ഉള്ളത്. അപ്പോൾ ഫുൾ പടം എൻ്റെ ചെയ്യുമ്പോഴും ചേച്ചി വാ തുറന്നിട്ടായിരിക്കണേ. പടം എൻ്റെ ചെയ്യണത് ചേച്ചിയുടെ ഷോട്ടില്ല, അപ്പോഴും ചേച്ചി വാ തുറന്ന് കളഞ്ഞുകൊണ്ടിരിക്കുക. ബോധപൂർവമല്ല, സംഭവിച്ചു പോയി. ഇപ്പോൾ വീരധീരസൂര്യയിൽ കുറേ സ്ഥലത്ത് ഗാന്ധാരി പോലെ തോന്നി. ഗാന്ധാരി ഫസ്റ്റ് ഐഡിയ അവരവർക്ക് കൊടുത്ത പോലെ ഫസ്റ്റ് കാളിനെ വിളിക്കാന്നുള്ള ഐഡിയ കൊടുക്കണത് അവരല്ലേ. അവർ ഏറ്റവും യുദ്ധം ഫുൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടന്ന് കരയുന്നതും അവരാ. ചേച്ചിക്ക് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു? ഇപ്പൊ വിഷ്ണു പറയുമ്പോഴാണ് ആ കണക്ഷൻ എനിക്ക് കിട്ടുന്നത്. ഞാൻ അങ്ങനെ ആലോചിച്ചിരുന്നില്ല. പെരിയവരുടെ ഫാമിലിയിൽ എന്നെ സംബന്ധിച്ച് ശരിയാണ് ഈ പറയുന്ന സമയത്ത് ഈ കർണനും ദുര്യോധനും ഒരു വീട്ടിലാണ്. അതെ,
പക്ഷേ ഈ വ്യത്യാസമുണ്ട്, കർണനെ വളർത്തിയതും ഗാന്ധാരി തന്നെയാണ്, അതെ 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 വളർത്തിയതുമാണ്. പക്ഷേ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ് കാരണം എന്നറിയാതെ അവൻ എൻ്റെ ലൈഫിൽ നിന്ന് പോയി. അച്ഛനും മകനും ഒക്കെ അറിയാം, എനിക്കറിയില്ല കാളി എന്തിനാ പോയെന്ന്. ഒരു പക്ഷേ അറിയാമായിരിക്കും, ഡീറ്റെയിൽഡ് ആയിട്ട് അറിയില്ല. അപ്പോൾ കാളി എനിക്കെന്നും എൻ്റെ രക്ഷയാണ്. ഞങ്ങളായിരുന്നു കൂട്ട് കല്യാണം വരെ. കല്യാണത്തിന് മുകളിൽ വരെ ഞാൻ നോക്കിക്കോളാം, നീ കല്യാണം കഴിക്കാം, അങ്ങനെയൊന്നും പോകില്ല എന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. അത്രയും സൗഹൃദം ഉണ്ടായിരുന്നതാണ്. പക്ഷെ പിന്നീട് അങ്ങനെ ഒരു അകലം. പക്ഷെ അപ്പോഴും എനിക്ക് എൻ്റെ മനസ്സിൽ ഈ അമിതമായ വാത്സല്യം മകനോടും സ്വന്തം കുടുംബത്തിനോടുമുള്ള സ്ത്രീ തന്നെയാണ്. സത്യത്തിൽ ആ സ്ക്രിപ്റ്റിൽ ആദ്യം ഞാൻ പിന്നെ അവനെ കൊല്ലുന്നൊക്കെ പറയുന്ന ഡയലോഗ് ഉണ്ടായിരുന്നു എൻ്റെ ക്യാരക്ടർ. പക്ഷെ പിന്നീട് ബാക്കി എല്ലാ സ്ത്രീകളും പറയണുണ്ടല്ലോ അല്ലേ. അപ്പോൾ എൻ്റെ ക്യാരക്ടർ ഒരു ദിവസം നോക്കിയപ്പോൾ സ്ക്രിപ്റ്റ് മാറി വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ ഡയലോഗ് എവിടെയാ, കൊല്ലെന്ന് പറഞ്ഞ എൻ്റെ ഡയലോഗ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു വേണ്ടാന്ന്, ഞാനങ്ങനെ പറയണ്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അരുൺ സാർ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. എൻ്റെ ഡയലോഗ് മാറ്റി, അത് വേണ്ട, ആ ക്യാരക്ടറിന് അവരത് പറയില്ല എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു സാർ അത് വേണ്ട, അത് നിങ്ങൾ പറയില്ല. ഏറ്റവും മുഖം ഇങ്ങനെ വികൃതമാക്കിയിട്ട് കുറേ കരച്ചിൽ, ഇത്രയധികം കരഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, കരഞ്ഞ് തൊണ്ടൊക്കെ ഒരു വഴിക്കല്ലേ, കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ്. അതും ഒരു എനർജി ലൂസാവാനേ പറ്റില്ല. അപ്പം സാറ് ഇങ്ങനെ വരും, എന്നാച്ച് എന്നാച്ച് ரொம்ப എനർജി എന്നാച്ച് എന്നാച്ച് ரொம்ப ലോ ആയിடுச்சு എന്നാച്ച്. അപ്പം ഇല്ല സാർ, അവർ തമിഴൊരു കൾച്ചർ അങ്ങനെയല്ലേ, ഇങ്ങനെ നെഞ്ചത്തടിച്ചടിച്ചടിച്ചടിച്ച് കരയും. അങ്ങനെ ഒരു ഫാമിലിയാണല്ലോ. ഇയാൾ ചോദിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, മാനമാവത് മൈരാജ് പുള്ള ഉസിരടി, പുള്ള ഉസിരടി എന്ന് പറയുന്ന അതാണ് നമ്മളുടെ ഒരു ഇമോഷൻ. നമ്മളെ സംബന്ധിച്ച് കണ്ണൻ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാമാണ്. അവൻ്റെ ഒരു രാത്രിയാണ് നടക്കുന്നത്. അതുപോലെ ഒരുപാട് നാളത്തെ കരഞ്ഞു തീർക്കാനുള്ള ഒന്നും കിട്ടിയിട്ടില്ല. കൊച്ചു മരിച്ചെന്നറിയുന്നതും രാവിലെ ആവുന്ന സമയത്തിനകത്ത് സിനിമ തീരുവാണ്. അപ്പം അത്രയും കാര്യം. വിക്രമിനോടുള്ള ചില നോട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ കല്യാണ വീട്ടിനകത്ത് വെച്ചിട്ട്, അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനമുള്ള നോട്ടവും, അതായത് നീ ഇങ്ങനെ ചെയ്തല്ലോ. അപ്പോൾ അയാൾ പറയുന്നുണ്ട് എനിക്ക് വേറെ വഴിയില്ല, എൻ്റെ കുടുംബത്തെ എനിക്ക് നോക്കണ്ടേ എന്നുള്ളത്. കുടുംബമാണ് ആകെ, എനിക്ക് തോന്നുന്നു വിക്രം അവരോട് മാത്രമാണ് ഒരു പ്രോപ്പർ മാപ്പ് പറയുന്നതും. നോട്ടം ഇങ്ങനെ വേണം, ഇങ്ങനെ നോക്കണം ഒന്നുമില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എന്നെ സംബന്ധിച്ച് അവനോട് കിടക്കുമ്പോൾ ഞാൻ ചെന്ന് ചോദിക്കുന്നുണ്ട്, പറയ്, ഒരു അടിക്കുമ്പോൾ പറയാം, നീ പറഞ്ഞ് എവിടെയാന്ന് പറ, കണ്ണൻ എവിടെ, ബോഡി എവിടെയാന്ന് പറ, നീ പറഞ്ഞു തൊലക്കിയെന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അവിടെ അടിച്ചോണ്ടിരിക്കുമ്പോഴേ. കാരണം അവനെ നോക്കുന്നതും എനിക്ക് പ്രശ്നമാണ്, അവനെ അടിക്കുന്നതും എനിക്ക് പ്രശ്നം. അതാണ് ഞാൻ പറയുന്നത്, എന്നമോ സൊല്ലുറാങ്ക, നിർത്ത്, അവനെ അടിക്കല്ലേ ആണ്. നമ്മൾ വളർത്തിയ കുട്ടിയും കൂടെയാണല്ലോ. ചെറിയ പ്രായത്തിൽ ഒരു കിഴിഞ്ഞ നിക്കറും ഇട്ട് വന്നപ്പോൾ മുതൽ ഞാൻ വളർത്തിയതാണ് കണ്ണനെയും കാളിയും. അപ്പോൾ അവൻ എന്തോ പറയുന്നുണ്ട് എന്നാണ് ഞാൻ. അവനെ അടിക്കുന്നതും എനിക്ക് കാണാൻ വിഷമമാണ്. ഈ കരച്ചില്ലാത്ത അതുകൊണ്ട് ഒരാൾ പോയി, വേറൊരാളെ അവർ കൊല്ലുവാണ്. ഒരു ടൈറ്റ് സാധനമായിരുന്നത്. എങ്ങനെ വർക്കായെന്ന് അറിയാം. കോൺവെർസേഷൻസ് ചെയ്യാൻ വിക്രം എന്തിനെ പറ്റിയായിരുന്നു? നീ എൻ സർഗസംഗീതമേ, ഫുൾ പാട്ട്, മലയാളം പാട്ടുകളുടെ എല്ലാ പാട്ടും വരിയും എല്ലാം അറിയാവുന്നതാണ്. ഒരുപാട് സംസാരിക്കും. സിനിമ സെറ്റിൽ ഫൈറ്റിലെ പയ്യന്മാരൊക്കെ അവിടെ കിടക്കുമല്ലോ, ഫൈറ്റേഴ്സൊക്കെ. നമ്മൾ ആരെങ്കിലും ഒരാളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഹിസ്റ്ററി മുഴുവൻ പറയും. ഇയാളുടെ അച്ഛൻ ഇന്നാരായിരുന്നു, ഇവിടെ നിന്ന് ഇയാൾ ആദ്യമായിട്ട് ഇന്ന സിനിമയിലാണ് ഫൈറ്റ് ചെയ്യാൻ വന്നത്, അവിടെ വെച്ച് ഇയാൾക്ക് ഇന്ന ആക്സിഡൻറ്റ് പറ്റി, അത് കഴിഞ്ഞതായി ഇവരുടെ ഇവരുണ്ട്, അവരും ഫൈറ്റേഴ്സ് തന്നെയാണ്. പിന്നെ അപ്പുറത്തെ പയ്യൻ അയാൾ ഇന്ന ഫൈറ്ററാണ്. സകലരെ അറിയാം. എന്തെങ്കിലും നമ്മൾ ചോദിച്ചാലേ എന്ത് കാര്യത്തിനെക്കുറിച്ചും ഭയങ്കര ഇൻഡെപ്ത് ആയിട്ട് നോളജ് ഉള്ള ഒരു ആളാണ്. ഇപ്പം ഞാൻ പറയും, പൃഥ്വിരാജ് സാറിൻ്റെ കൂടെ അഭിനയിച്ചാലേ, നടൻ പൃഥ്വിരാജിൻ്റെ കൂടെ അഭിനയിച്ച സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കും, ക്യാമറ ആംഗിൾ ലൈറ്റ് എല്ലാം പുള്ളി 360 ഡിഗ്രിയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ചെയ്യാൻ സാർ അതിൻ്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷനാണ്. പുള്ളി ഇതേപോലെ മുഴുവൻ 360 ഡിഗ്രിന്ന് പുള്ളിയെ വിളിക്കാം. കാരണം എല്ലാ കാര്യവും ആ ഷോട്ട് എടുക്കുമ്പോൾ പുള്ളിക്കറിയാം. പുറയിൽ നിന്ന് ഒരു സപ്പോർട്ടിങ് ആക്ടറോ ഒരു ജൂനിയർ ആർട്ടിസ്റ്റോ തെറ്റിച്ച സാറ് പെട്ടെന്ന് ഇതാവും, എന്നാച്ച് അവിടെ അങ്ങേ എന്നാ അങ്ങനെ ആക്കും. ഇതെന്തോ തരം സാറ്റലൈറ്റ് ഘടിപ്പിച്ച ജന്മങ്ങളാണെന്ന് നമുക്ക് തോന്നും. രാജു അങ്ങനെയാണ്. ലൈറ്റ് ഓഫായ പുള്ളി കട്ട് ചെയ്തിട്ട് പറയാം ലൈറ്റ് ഓഫായി, അത് പോയി ഇത് പോയി, അങ്ങനെ എല്ലാം അറിയാമായിരിക്കും. നമ്മളൊക്കെ ആണെങ്കിൽ ഒന്നും അറിയില്ല, ഞാനൊന്നും അറിയില്ല. ആ ക്യാരക്ടർ ആ ഷോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞ് എന്തെങ്കിലും കുഴപ്പമായി എന്ത് പറ്റിയെന്ന് ചോദിക്കാം എന്നല്ലാതെ
വേറെ ഒരു കോൺസെൻട്രേഷനും എനിക്കൊന്നും പോകില്ല. പക്ഷെ ഇവർ രണ്ടുപേരും ഞാൻ അങ്ങനെ അത്ഭുതത്തോടെ കാണുന്ന രണ്ട് മനുഷ്യർ. സകല കാര്യത്തെക്കുറിച്ചും അറിയായിരിക്കും. പിന്നെ മലയാളം പാട്ടുകൾ, പഴയ പാട്ടുകൾ നന്നായി പാടുകയും ചെയ്യും, നന്നായിട്ട് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കും, പഴയകാല പാട്ടുകളെക്കുറിച്ചൊക്കെ. പ്രൊമോഷൻ വന്നപ്പോഴൊക്കെ അദ്ദേഹം പാട്ടാണ് കൂടുതൽ സംസാരിക്കുക. പിന്നെ അവിടെ എല്ലാവരെയും ചേർത്ത് പിടിക്കും, ഭക്ഷണം ഉണ്ടാക്കുന്നത്. പിന്നെ ഫ്ലോപ്പുകളെക്കുറിച്ച് സംസാരിക്കും, ജീവിതത്തിൽ സംഭവിച്ച തോൽവികളെക്കുറിച്ച് പറയും, ഞാൻ എങ്ങനെ അതിൽ നിന്ന് കരകയറിയതെന്ന് പറയും. ചില സിനിമകളിൽ പോയിട്ട് അബദ്ധം പറ്റിയതിനെക്കുറിച്ച് പറയും. എന്ന് വെച്ചാൽ നമ്മളത് ഇങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്, പക്ഷെ ഇന്നെ വർക്കായില്ല, അത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു, അത് ചെയ്തു, പക്ഷെ നടന്നില്ല. അങ്ങനെയൊക്കെ അതിനകത്ത് മറയൊന്നുമില്ല. ഭയങ്കര നന്നായിട്ട് വിഷ്ണു ഒരു ദിവസം ഇൻ്റർവ്യൂ ചെയ്തൊക്കെ വലിയ നമുക്ക് ഒരു കലവറ കിട്ടുന്നവർ, കാരണം കള്ളമേ പറയില്ല, എന്ത് ചോദിച്ചാലും ഓണസ്റ്റായിട്ട് സംസാരിക്കുന്നവർ, ഭയങ്കര രസമുള്ളൊരു വ്യക്തിത്വം, അതിശയിച്ചു പോകും. എനിക്ക് ഏറ്റവും ഇഷ്ടമായ കാര്യം എന്താണെന്ന് പറയുമ്പോൾ അപ്പം അതിനകത്ത് ഒരു സീക്വൻസ് ഉണ്ട്, ഈ പെരിയവർ വന്നിട്ട് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ സമയത്ത് ഈ ലവ് ട്രയാങ്കിളൊക്കെ പോലെ ഒരു ക്രിമിനൽ ട്രയാങ്കിളാണല്ലോ അത്. ചെയ്യാൻ നിൽക്കുന്നു, ഇപ്പുറത്തെ പെരിയവർ നിൽക്കുന്നു, അപ്പുറത്ത് ഭാര്യ നിൽക്കുന്നു. അപ്പം ഭാര്യയുടെ അടുത്ത് എനിക്ക് വേറെ വഴിയില്ല എന്ന് കണ്ണുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു വിധമുണ്ട് ടെറസിന് മുകളിൽ, ആ ചായ വെച്ചിട്ട് പോകുന്ന പറയുന്നത്. എത്രയോ കാലമായിട്ട് അങ്ങനെ ഒരു ചെയ്യാൻ സട്ടിലായിട്ട് കാട്ടിലേക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു തുള്ളി മാത്രം ഇങ്ങനെ വരുന്ന ചെയ്യാൻ കണ്ടിട്ട് കുറേ കാലമായി. അത് ഭയങ്കര അത് കിട്ടി. അത് അരുൺ സാറുമായിട്ടുള്ള ഒരു ബന്ധമാണ് അവർ തമ്മിൽ. രണ്ടും ഒരു സോളിൻ്റെ രണ്ട് വശം പോലെ നമുക്ക് തോന്നും. കാരണം എന്താണോ സാറ് മനസ്സിൽ ഉദ്ദേശിക്കുന്നത് ചെയ്യാൻ സാർ പറഞ്ഞുകൊണ്ട് വരും. അങ്ങനെ ഉണ്ട്. തുഷാരയുടെ ഒരു സീക്വൻസിൽ സാർ ഇങ്ങനെ എനിക്ക് കാണാം, അരുൺ സാർ ഇങ്ങനെ തുഷാരയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഒരു ചെറിയ ഒരു ലവ് ബൈറ്റ് ഇവിടെ ഇട്ടാലോ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നു. ചെയ്യാൻ സാർ ഓപ്പോസിറ്റാ. ചെയ്യാൻ സാർ അവിടെ നിന്ന് അരുൺ എന്ന് പറഞ്ഞ് വരുന്നു, നടന്നിട്ട് വന്നിട്ട് നമുക്ക് ഒരു ലവ് ബൈറ്റ് പോടലാം. അപ്പോൾ കറക്റ്റ് ഞാൻ ഇപ്പം അതോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ഇവർ തമ്മിലൊരു സിംഗിൾ അവർ തമ്മിൽ എനിക്കത് ചിത്ത എന്നാണ് സാർ വിളിക്കുന്നത്, അരുൺ സാർ ചിത്ത എന്ന് വിളിക്കും. ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും, വലിയ ഒരു സ്നേഹവും ബഹുമാനമാണ്. അങ്ങനെ ഒരു സെറ്റ് വർക്ക് ചെയ്യാൻ പറ്റിയ വലിയ ഭാഗ്യമായി പോയി വിഷ്ണു. ഭയങ്കര നല്ലതായിരുന്നു, ഒരുപാട് നല്ല മനുഷ്യരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. എത്ര ലോക്കലാവണം അത്ര ഇന്റർനാഷണൽ ആവണോ എന്നുള്ളതിൻ്റെ ഒരു തെളിവല്ലേ പടം. അതെ അതെ, എന്താ ഡ്രാമ. ശരിക്കും നമ്മുടെ ഈ പുറത്തൊക്കെ പടങ്ങൾ, ഇപ്പോൾ മാർട്ടിൻ സ്കോർസെസിയൊക്കെ പടം പോലെ ഭയങ്കര ഡ്രാമ ഉണ്ട് അതിനകത്ത്. പക്ഷെ എല്ലാവരും മുണ്ടും ഷർട്ടൊക്കെ ഇട്ട് സാധാരണ നാടൻ തോക്കും പരിപാടി, ഒന്നും അതിനകത്ത് കാണിക്കുന്നില്ല. പക്ഷെ നമ്മൾ ബ്രിമ്മിലിരിക്കും സിനിമ കഴിയുന്നവർ അല്ലേ. അത് പിന്നെ ആ പോലീസ് സ്റ്റേഷനിൽ ഒറ്റ സീക്വൻസ് പോരെ മാസിന് മൊത്തവും കൂടെ. മുറ എന്താ പഠിപ്പിച്ചത്? മുറയുടെ റിലീസിന് ശേഷം മുസ്തഫയുടെ കൂടെ ഇനി അഭിനയിക്കണമെന്ന് പഠിപ്പിച്ചു. മുസ്തഫയുടെ കൂടെയും പാച്ചിക്കയുടെ കൂടെയും ആ ഗ്രൂപ്പിൻ്റെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് അല്ലെ നിരഞ്ജ്, പിന്നെ സന്ദീപ്, ആ ഫുൾ ഗ്യാങ് ഉണ്ടല്ലോ, എല്ലാവരുടെയും കൂടെ ഇനിയും വർക്ക് ചെയ്യണം എന്ന്. വിലപേശന ഒരു സീൻ ഉണ്ടല്ലോ, ഐ മീൻ കമ്മീഷൻ എത്ര കൊടുക്കണം 10, 20, 20, 25. അത് ആ സമയത്ത് ചേച്ചിയുടെ ബോഡി ലാംഗ്വേജ് ഉണ്ട്. ഇപ്പോൾ ഓരോ സമയം നിൽക്കുക, ഓരോ സമയം ഇവർ നമ്മൾ വിചാരിച്ച പോലെയല്ല, നമ്മൾ വിചാരിച്ച പോലെയല്ല എന്നുള്ളൊരു ഭാവം ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ കയറി വരും. അവരുടെ ജീവനാണോ വിലപേശണേന്ന് വരെ ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് തോന്നും. രമ ചേച്ചി അവരുടെ ജീവനാണോ വിലപേശണേന്ന് മുറ കാണുമ്പോൾ തോന്നും. വിലപേശൽ സീൻ അതെങ്ങനെ വർക്കൗട്ട്, എന്തായാലും ഓർമ്മയുണ്ടോ അതിനെ പറ്റി ഇപ്പോൾ പറയാൻ? പിന്നെ അത് സിനിമ തുടങ്ങിയതിന് മുമ്പ് ഒരു ഫുൾ സ്ക്രിപ്റ്റ് റീഡിങ് സെഷൻ ഉണ്ടായിരുന്നു, ഞാനും മുസ്തും കൂടെ. ആ മുസ്തു പറഞ്ഞു തന്നപ്പോൾ ആ രമ എങ്ങനെയാണോ പറഞ്ഞത് അതെനിക്ക് കൺസീവ് ചെയ്ത് അത് തന്നെയാണ് റിപ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഒരു കോൺവെർസേഷൻ ഈ ക്യാരക്ടറിനെ കുറിച്ച് ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. ആ കഥ പറഞ്ഞു തന്നപ്പോൾ മുസ്തഫയ്ക്ക് അത്ര ക്ലാരിറ്റി ഉണ്ടായിരുന്നു ക്യാരക്ടറിനെ കുറിച്ച്. അവരെന്താണോ അന്ന് പറഞ്ഞു തന്നത് അത് ഇങ്ങനെ ബ്ലോട്ടിംഗ് പേപ്പർ പോലെ എനിക്ക് കിട്ടി, അത് ഞാൻ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം രമയെക്കുറിച്ച് അതിനുശേഷം ആ സ്ക്രിപ്റ്റ് നേരത്തെ തന്നിരുന്നു, നമ്മളതിനെക്കുറിച്ച് വായിച്ച് അതിനകത്ത് ഒരുപാട് ഡയലോഗ്സ് എൻ്റേതാക്കി. എന്ന് വെച്ചാൽ എഴുതിയിരുന്നത് മാറ്റിയിട്ട് ഞാൻ കണ്ണമ്മയെ വിളിച്ചിട്ട് ഇപ്പോൾ അവന്മാർ പിന്നെ ജാതയും തേങ്ങയെന്നും പറഞ്ഞ് ഇറങ്ങുകയാണ്, അങ്ങനെ ആക്കിക്കോട്ടെ എന്നൊക്കെ ഞാനാണ് ചോദിച്ചത്. അങ്ങനെ ആയിരുന്നില്ല എഴുതിയിരുന്നത്. അങ്ങനെ ആയിരിക്കും ഒരു പക്ഷേ അവർ പറയുക, ജാതയും തേങ്ങയെന്നും പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്, യവനെ നീ ഞാൻ കൊല്ലും, ഇതൊക്കെ ഇവനെ നീ ഞാൻ കൊല്ലും, അതൊക്കെ അങ്ങനെ ഇല്ലായിരുന്നു. അത് നമ്മളതിൻ്റെ കയ്യിൽ നിന്നിട്ട് ആ ക്യാരക്ടർ നമ്മുടെ ഉള്ളിലോട്ട് കയറിയപ്പോഴേ നമുക്ക് ആ സ്ത്രീ ഇങ്ങനെ പറയും എന്ന് തോന്നുമായിരുന്നു. അപ്പോൾ അതേപോലെ ആ നമ്മളെ ഏറ്റവും കൂടുതൽ എന്താണ് ആ ഗോഡൗൺ സീക്വൻസ് എന്നുള്ളായിരുന്നു ആ സീനിനെ കുറിച്ചുള്ള, എന്നാണ് അത് എടുക്കാൻ പോകുന്നത് എന്നുള്ളായിരുന്നു നമ്മുടെ കൊതിയോടെ കാത്തിരുന്ന ഒരു സീക്വൻസ് ആയിരുന്നു. അതും കുത്തുന്ന സീക്വൻസും, ഇത് രണ്ടുപേരും നമ്മൾ കാത്തിരുന്ന സീക്വൻസ്. കുത്തുന്ന സീക്വൻസിൽ എന്താ എത്ര കാത്തിരിക്കാൻ? അല്ല, എനിക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു. ഇതുവരെ ആരും കൊന്നിട്ടില്ല, ശരിയാ.
അല്ല എന്നെ കൊല്ലുന്നതിൻ്റെ അല്ല, ആ തള്ളലൊക്കെ കൺവിൻസിങ് ആയിട്ട് വരുമോ, കോമഡി ആയി പോകാനുള്ള ഭയങ്കര chance ഉണ്ടെന്ന് വിഷ്ണു. നമ്മൾ തിരിച്ചു വന്ന് എന്തൊക്കെ ചെയ്യണ്ടല്ലോ. ഇഞ്ചിഞ്ച് മാറിയാ നമ്മളിങ്ങനെ ഹേ എന്ന് പറഞ്ഞ് തള്ളി. അതിൻ്റെ ഒന്നാമത് ഇവിടെ എല്ലാ ഗുണ്ടകളായിട്ട് വന്ന സ്ത്രീകളും ഏറെ പാരമ്പര്യമുള്ളുണ്ട്. അത് എന്താകും എന്നുള്ളതിനെക്കുറിച്ച് നല്ല പേടിയുണ്ടായിരുന്നു വിഷ്ണു. അപ്പോൾ അതുകൊണ്ട് ആ 2 സീക്വൻസ്, ഒന്നിന് പേടിച്ചിട്ടും മറ്റത് എക്സൈറ്റഡ് ആയിട്ടും. കൊല്ലുന്ന സീക്വൻസ് എനിക്ക് പേടിയായിരുന്നു. തോക്കൊക്കെ എടുക്കുന്നത്, ഒന്നത് തോക്ക് പോലും തൊട്ടിട്ടില്ല. അപ്പോൾ അത് എങ്ങനെ ചെയ്യും, എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊരു ടെൻഷൻ്റെയും മറ്റത് എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു ആ സീൻ ചെയ്യാൻ. പിന്നെ അവന്മാർ 4 പറന്ന ഭയങ്കര പുലികളല്ലേ ആ പയ്യന്മാർ. പിന്നെ എൻ്റെ മോനായിട്ട് അഭിനയിച്ച പയ്യനോ ഒരു കുറച്ച് നേരം കൊണ്ട് മൊത്തം അവിടെ ഉണ്ടാക്കി തന്നൊരു ടെററുണ്ടല്ലോ. അവരൊന്നും വേറെ സിനിമ കിട്ടിയില്ല. അവർ നല്ല പിള്ളേരാണ് എല്ലാവരും. അവർക്ക് വേറെ സിനിമ കിട്ടേണ്ടതാണ്, ശരിക്കും കിട്ടേണ്ടതാണ്. എന്നെ ഇങ്ങനെ ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാൻ അവരെക്കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. അവർക്കൊന്നും ആയില്ലല്ലോ. എന്നത് എൻ്റെ മകനായിട്ട് അഭിനയിച്ച പയ്യനെ, അവൻ ആ ഒരു സീക്വൻസിലാണ് വരുന്നത്. ആ ഒറ്റ സീക്വൻസ് കൊണ്ട് ആ സിനിമ പിടിച്ചു നിർത്തി കളഞ്ഞു. അവനെ തിരിച്ചടിക്കുമ്പോഴാണ് ഏറ്റവും അവിടെ നിന്നാണ്. അപ്പോൾ അവനങ്ങനെ അഭിനയിക്കണമെങ്കിൽ ചെറിയ പരിപാടിയാണോ? സാധൊരു പയ്യനാ, കണ്ടാ തോന്നുന്നു അവൻ ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു നമുക്ക്. ആ ഡ്രഗിന്റെ ഹൈയിലാണ് അവൻ ചെയ്യണത്. അവൻ ഡ്രഗ് ഉപയോഗിക്കണത് കാണിക്കില്ല, അങ്ങനൊന്നുമില്ല. റിയൽ ലൈഫിലും ചെയ്യുന്നില്ല, ചുമ്മാ നിൽക്കുമല്ലേ അവിടെ. ചേച്ചി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നൊരു പയ്യനാണ് അവിടെ വന്നത് ഇത്ര ടെറർ ഉണ്ടാക്കുന്നത്. ഹോസ്പിറ്റലിന് പുറത്ത് ഇങ്ങനെ മകൻ്റെ മെഡിക്കൽ കണ്ടീഷൻ പറയണ സീൻ, മകനാണ് അവിടെ കൊടുക്കണതെന്ന് പോലെ ഇമോഷൻ പോലില്ലാതെ സെൻറ്റൻസുകൾ മാത്രമാണ്. സെൻറ്റൻസിന് ജീവനൊന്നുമില്ല. കയ്യിന് ഇത് പറ്റി, കാലിന് ഇത് പറ്റി, ചതച്ചു കഴിഞ്ഞു, ബാലൻസ് കളഞ്ഞെന്നൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് പറയണം. മെഡിക്കൽ ബുള്ളറ്റിന് എന്താ വായിക്കണ പോലെയാ ചേച്ചി പറയണ. ഒരു ഇമോഷനും ഇല്ലാണ്ട് അതങ്ങനെ ചെയ്യണം. ആക്രോശം വേണ്ട, ദേഷ്യം വേണ്ട. അത് ആരുടെ ഐഡിയ ആയിരുന്നു? എല്ലാം നമ്മളോട് മുസ്തഫ അങ്ങനെ ഒന്നും അഭിനയിച്ച് കാണിച്ചൊന്നും തന്നിട്ടില്ല. എങ്ങനെയാണ് ചേച്ചി നമുക്കൊന്ന് നോക്കാം, റിഹേഴ്സലൊന്ന് നോക്കാം. റിഹേഴ്സൽ ടേക്കാക്കിയ സീനത്. റിഹേഴ്സൽ ടേക്കായിരുന്നു അത്. രണ്ടാമത് ഒറ്റ ടേക്കിൽ അത് കഴിഞ്ഞു. ഇത് മതി, ഒന്നും ചെയ്യേണ്ടതേ, കഴിഞ്ഞു കഴിഞ്ഞു ഓക്കെയാണെന്ന് പറഞ്ഞാൽ. അങ്ങനെ എന്നുവെച്ചാൽ അതിന് ഒരു ലോങ് കോറിഡോറാണ്. അപ്പം സുരാജും കണ്ണൻ അത് രണ്ടും കൂടെ ക്യാമറയിൽ ഓവർ ബോഡി കയറി ഇവരിങ്ങനെ കൂടെ ഫോളോ ചെയ്ത് ഇവിടെ വന്ന് ഈ ഡയലോഗ് പറഞ്ഞതിന് ശേഷം തിരിച്ച് ഇവർ നടക്കുമ്പോൾ ക്യാമറ കൂടെ പോയി അവരങ്ങോട്ട് നടക്കുമ്പോൾ. ആ ഷോട്ടാണ് എഡിറ്റിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒന്നും പ്ലാനേ ചെയ്തിരുന്നില്ല, അങ്ങനെ ഒരു ഷോട്ടേ പ്ലാൻ ചെയ്തിരുന്നില്ല. അത് നാച്ചുറലായിട്ട് അങ്ങനെ സംഭവിച്ചു. ഇവർ തിരിച്ച് പാച്ചിക്കുകയും ദീപക്കും കൂടെ തിരിച്ച് ക്യാമറയിൽ, ഫോക്കസ് പിള്ളേറിൻ്റെ പേര് ദീപക് എന്നാണ്, ഇങ്ങനെ എടുക്കാനാണ്. അവർ തിരിച്ച് അവർ തിരിച്ച് നടന്നു. ഇവർ രണ്ടുപേരും അവർ നടന്നു, ഇവരും ഫോളോ ചെയ്ത് പോയി. ഒറ്റ ടേക്ക് അവിടെ കഴിഞ്ഞപ്പോൾ മുസ്തഫ കൈയടച്ച് ടേക്ക് ഓക്കെ കഴിഞ്ഞു. പിന്നെ 2-3 ക്ലോസ് എടുത്തത് ഞാൻ ആ അവനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സീക്വൻസ്, കണ്ണാടിയിലെ ക്ലോസ് ഇല്ല ഇങ്ങനെ നോക്കുന്നു. അത്രേ ഉണ്ടായിരുന്നല്ലോ ആ ഹോസ്പിറ്റലിലെ ഷൂട്ട്. മുറ കണ്ടിട്ട് ആളുകൾ എന്താ പറഞ്ഞ ഫീഡ്ബാക്ക്? ആരും എന്നെ പ്രതീക്ഷിച്ചില്ല, ഇങ്ങനെ അഭിനയിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. എനിക്ക് രാമുകാരിയായിട്ട് അവാർഡ് കിട്ടി, ഫിനോമിനൽ പെർഫോമൻസ്. കൺഗ്രാജുലേഷൻ. JFW അവാർഡ് കിട്ടി, GK പിള്ളെ പുരസ്കാരം കിട്ടി. അപ്പം ആർക്കൊക്കെയോ ഇഷ്ടപ്പെട്ടു അല്ലേ? കണ്ടെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം അത് ആരും പ്രതീക്ഷിച്ചില്ല. ഒരുപാട് ഡയറക്ടേഴ്സ്, ആക്ടേഴ്സ് അങ്ങനെയുള്ളവരൊക്കെ എന്നോട് പറഞ്ഞത്, നിങ്ങളിൽ നിന്ന് നമുക്കൊരു പ്രതീക്ഷയുണ്ട്, അതേ അല്ല മുറയിൽ ഞങ്ങൾ കണ്ടത്. പിന്നെ 1-2 പേര് എന്നെ അറിയാവുന്നവർ ചോദിച്ചു, നിങ്ങൾ അങ്ങനെ ഒരു സ്ത്രീയെ ഒരിക്കലും ജീവിതത്തിൽ കണ്ടു കാണൂല അല്ലേ? കണ്ടിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു വിലപേശലോ അല്ലെ അങ്ങനത്തെ ഒരു ഇതിൽ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ എക്സ്പോഷർ ഉണ്ടായിരുന്നിട്ടുണ്ടോ? അങ്ങനെ എക്സ്പോഷർ ഇല്ല എനിക്ക്. പക്ഷെ എന്നാലും അത് അഭിനയിച്ചപ്പോൾ ആൾക്കാരിങ്ങനെ വളരെ, അപ്പം ഞാൻ വിചാരിച്ചു കൊള്ളാം, ഞാൻ വില്ലത്തി ചെയ്യാനാണ് അടിപൊളി, മറ്റേ കാട്ടി നല്ലത്. വരലക്ഷ്മി ശരത് കുമാർ ഒഴിച്ചിട്ടൊരു കസാരമുണ്ട്, ആരെങ്കിലും ഒക്കെ ഒഴിച്ചിടട്ടെ, ഞാനിരുന്നോളാം. നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യാൻ രസമുണ്ടെന്ന്. എൻ്റെ ആർക്ക് ഭയങ്കര ഡിഫറെൻറ്റ് ഫ്രീഡം ഉണ്ടോ, പ്ലേ ചെയ്യാനുണ്ട്. ഇന്നർ ഇമോഷൻസ് കുറേ കൂടെ നമ്മൾ കാണിക്കാത്ത ഇമോഷൻസ് അകത്ത് കുറേ പ്ലേ ചെയ്യാനുണ്ട്. കാരണം പക, പിന്നെ അവരെ കുറച്ചൊരു സാഡിസം, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഗൂഢമായ നമ്മുടെ ലക്ഷ്യങ്ങൾ. മറ്റേത് പ്ലെയിൻ അല്ലേ, സങ്കടം, സന്തോഷം, ദുഃഖം, ഞെട്ടൽ. ഈ മകന് പ്ലേറ്റിലേക്ക് ദോശ ഇട്ട് കൊടുക്കുന്നത് നിർത്താം, അതെപ്പോ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഞാൻ ഇപ്പോൾ ചെയ്യും അതൊക്കെ, ദോശയൊക്കെ ഇട്ട് കൊടുക്കാം, കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഒരു അർത്ഥമുള്ള സിനിമകൾ. ഞാൻ ഈ അടുത്ത ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സിനിമ ചെയ്തു വിഷ്ണു. സിനിമ അനൗൺസ് ചെയ്യാറായില്ല, അവർ പ്രൊഡക്ഷനിൽ അവർ പറഞ്ഞിട്ടില്ല ഇതുവരെ. നമുക്ക് ഒരു ഫോട്ടോ പോലും റിലീസ് ചെയ്യാനുള്ള സമയമായിട്ടില്ല. പക്ഷെ ഇറ്റ് വാസ് സച്ച് എ ഫാന്റാസ്റ്റിക് എക്സ്പീരിയൻസ്.
ബ്യൂട്ടിഫുൾ സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട്. 24 ദിവസം കൊണ്ട് ഷൂട്ടിങ്ങും കഴിഞ്ഞു. ഗംഭീര പടം. അതിൻ്റെ ഒന്നും പറയാനുള്ള പെർമിഷനായിട്ടില്ല. പ്രൊമോഷൻ എന്തായാലും ഞങ്ങൾ എല്ലാവരും വരും. കാരണം എന്ന് വെച്ചാൽ ആ ടീം ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടും പിരിഞ്ഞു പോയിട്ടില്ല. സാധാരണ നമ്മൾ ഷൂട്ടിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പാക്കപ്പ് എന്ന് പറഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞ് പോകുന്ന, പിന്നെ അവരെ പരസ്പരം കാണുന്ന പ്രൊമോഷന് കാണാം അല്ലെങ്കിൽ ഡബിങ്ങിന് കാണാം. ഇത് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടൊരു 5 തവണയെങ്കിലും ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി ഒന്ന് കഴിക്കാൻ പോയി, ഇൻഡസ്റ്റെല്ലർ കാണാൻ പോയി, കവര് കാണാൻ പോയി. ഈ ഗ്രൂപ്പ് ആക്ടേഴ്സും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും ഡയറക്ടേഴ്സും കോസ്റ്റ്യൂമിലെ ആൾക്കാരും സ്റ്റില്ലും എല്ലാവരും കൂടെ ആരും ഫാമിലി ആയിപ്പോയി. ഈ സയൻസ് കുറെ അറിഞ്ഞാൽ ഇൻഡസ്റ്റെല്ലർ മനസ്സിലാവുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ ഇൻഡസ്റ്റെല്ലർ കാണുന്നില്ല എന്നൊക്കെ പറയുന്നവരോട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? അവർ സിനിമ കണ്ടിട്ടില്ല എന്നാണ് ഞാൻ പറയാറുള്ളത്. ഒരു സിനിമ നമ്മൾ എന്ത് കാര്യം ഒന്ന് അഭിപ്രായം പറയുന്നതിന് മുമ്പ്. സയൻസ് ഒന്നും അല്ലല്ലോ, അത് ഇമോഷനല്ലേ. അച്ഛനും മകളും വേറൊരു തരം ബന്ധവും ഒക്കെ അല്ലേ. ചേച്ചി റിവ്യൂസ് എഴുതിയിരുന്നില്ലേ പടത്തിൻ്റെ പണ്ടൊക്കെ? എന്തായിരുന്നു ആ റിവ്യൂസ് ഇപ്പോഴത്തെ റിവ്യൂസ് തമ്മിലുള്ള വ്യത്യാസം? അന്നും നമുക്ക് അങ്ങനെ ഫുള്ളായിട്ട് കൊള്ളൂല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഒന്നും ആരും തന്നിരുന്നില്ല. ഇത്രയും അത് മോശമാക്കരുത് എന്നുള്ള ഒരു, മോശമാണെങ്കിൽ പോലും തീരെ ഇഷ്ടപ്പെട്ടില്ല എഴുതാതിരിക്കും. ഓക്കെ. ഇപ്പം ബിഗ് ബി ഒക്കെ ഞാൻ എഴുതിയിരുന്നു. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള റിവ്യൂ. എൻ്റെ നല്ല ബിഗ് ബി ഞാൻ റിവ്യൂ ചെയ്ത പടം. ആ സമയത്ത് കുറേ പടങ്ങൾ ബിഗ് ബി ഒക്കെ ചേച്ചി തിയേറ്ററിൽ പിന്നെ ബിഗ് ബി ഞാൻ റീ റിലീസ് ചെയ്തിട്ടാണ്. ഞാൻ മമ്മൂക്കയുടെ ബർത്ത്ഡേക്ക് റീ റിലീസ് ചെയ്യും ഫാൻസ്. അങ്ങനെ എന്റെ കുറിപ്പ് വന്നിട്ടുണ്ട് മനോഹർ ഫാഷത്തിൽ. സാറൊക്കെ വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പടങ്ങളൊക്കെ ആ സമയത്ത് നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം ഫസ്റ്റ് ഡേ പോയി കാണുമായിരുന്നു. അപ്പൊ ഇഷ്ടപ്പെടാത്ത സിനിമയുണ്ടെങ്കിൽ അധികം എഴുതൂല. ബിഗ് ബി കാണുന്ന സമയത്ത് അങ്ങനത്തെ പടമൊന്നും മുമ്പ് വന്നിട്ടില്ല. അത്ര സ്റ്റൈല്, സ്ലോ മോഷൻ, മമ്മൂക്കയുടെ സ്റ്റോൺ ഫേസിലെ ആക്ടിങ്, എല്ലാത്തിനും വേറൊരു ഫ്ലേവർ ഇതുവരെ കാണാത്ത. അവിടെ നിന്നാണല്ലോ സ്റ്റാർട്ടിങ്. മലയാള സിനിമയുടെ ഒരു വേറെ ഫേസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അവിടെ നിന്നാണല്ലോ. പോസ്റ്റർ തന്നെ വെറൈറ്റി അല്ലേ? എന്തായിരുന്നു ബിഗ് ബി കണ്ടിറങ്ങിയപ്പോൾ മനസ്സിലായത്? അത് ഒരു പുതിയൊരു കാറ്റ് വീശിയ പോലെ തന്നെ നമുക്ക് അനുഭവപ്പെട്ട ഒരു ഭയങ്കര പുതു കാഴ്ച, ഒരു പുതു വെളിച്ചം. അങ്ങനെ തന്നെയാണ് നമുക്കത് അനുഭവപ്പെട്ട ആ സിനിമ കാണുമ്പോൾ. എന്തൊരു ഡിഫറെൻ്റ് ആയിരുന്നു സിനിമ തിയേറ്ററിൽ കാണാനായിട്ട്. സ്വാഗ് എന്നൊക്കെ എന്ന് പറയാവുന്ന, സ്വാഗ് എന്നുള്ള വാക്കൊന്നുമില്ല, പക്ഷെ എന്നാലും അതിൻ്റെ ഒരു ടെക്സ്ചറിങ്ങിൽ, ലൈറ്റിങ് പാറ്റേണിലൊക്കെ വന്നിട്ടുള്ള ഡിഫറൻസിൽ രണ്ടോടെ കണ്ട് ഞാനത്. അത് നമുക്ക് ഭയങ്കര ഇതാണ് സിനിമ എന്ന് തോന്നുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു. ബ്യൂട്ടിഫുൾ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു.